സർ, ബംഗാളിലും അസമിലും തമിഴ്നാട്ടിലുമൊക്കെ ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് കോൺഗ്രസ് എന്ന് പറയാൻ സാധിക്കും. കാരണം ഇവിടെയൊക്കെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായ ഒരു ആധിപത്യം പുലർത്താൻ നന്നേ കഷ്ടപ്പെടുന്ന ഒരു കോൺഗ്രസിനെയാണ് നമ്മൾ കാണുന്നത്. നിലവിലെ സ്ഥിതി അനുസരിച്ച് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ 3 സംസ്ഥാനങ്ങളിലും ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് കോൺഗ്രസ്. കോൺഗ്രസ് ഹടാവോ എന്നുള്ളതാണ് സംഘപരിവാറിന്റെ പ്രഖ്യാപിത മുദ്രാവാക്യം. കേരളത്തിൽ CPM-ന്റെയും മുദ്രാവാക്യം അത് തന്നെയാണ്. പക്ഷെ ഈ CPM ഉൾപ്പെടുന്ന മുന്നണിയിലാണ് അസമിലും തമിഴ്നാട്ടിലും അവർ മത്സരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിന് മെയ് 4-ാം തീയതി തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരളത്തിൽ മാത്രമല്ല ബാക്കി 2 സംസ്ഥാനങ്ങളിലെങ്കിലും സന്തോഷിക്കാനും അല്പം ആഹ്ലാദിക്കാനും വകയുണ്ടാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കാരണം ബംഗാളിൽ കോൺഗ്രസ് 294 സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ഇത്തവണ. കഴിഞ്ഞ തവണ സംയുക്ത മോർച്ച ഇടതുപക്ഷ കക്ഷികളുമായി ചേർന്ന് മുന്നണിയായി മത്സരിച്ചുവെങ്കിലും ചരിത്രത്തിലെ ഏറ്റവും കുറച്ച് വോട്ടിംഗ് ആണ് ശതമാനം കണക്കിൽ 2.93% വോട്ട് മാത്രമാണ് ബംഗാളിൽ കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. സീറ്റുകളൊന്നും ലഭിച്ചില്ല. അവർ CPM-നെ പോലെ ഇടതുപക്ഷ കക്ഷികളെ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ സംപൂജ്യരായി. പക്ഷെ ഈ തവണ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനിച്ചത്. അധീർ രഞ്ജൻ ചൗധരി, കഴിഞ്ഞ ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന അധീർ രഞ്ജൻ ചൗധരിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. ശുഭാങ്കർ സർക്കാർ, മനോജ് ചക്രവർത്തി, മൗസം നൂർ തുടങ്ങിയ നേതാക്കന്മാരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ആരുമായും സഖ്യമില്ലാതെയാണ് ബംഗാളിൽ മത്സരിക്കുന്നത്. മാൽദ, ദക്ഷിൺ, പിന്നെ മുർഷിദാബാദ്, ഉത്തർ ദിനാജ്പൂർ തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് കോൺഗ്രസിന്റെ ചില ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. ഖനിഖാൻ ചൗധരിയൊക്കെ ഉണ്ടായിരുന്ന പ്രദേശമാണ് മാൽദ. അവിടെ കേന്ദ്രീകരിച്ചാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. കഴിഞ്ഞ മാധ്യമ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത യോഗങ്ങൾക്ക് ഈ പ്രദേശങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളിലുമില്ല, ഈ പ്രദേശങ്ങളിൽ വലിയ ജനാവലി പങ്കെടുത്തു. വലിയ ആവേശഭരിതരായി ജനക്കൂട്ടം ഈ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു സീറ്റെങ്കിലും കിട്ടുന്നത് തന്നെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ സംഭവമാണ്. ഒന്നിലധികം സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ 2019 2 നിയമസഭാ സീറ്റുകൾ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് 44 സീറ്റുകൾ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ശുഭകരമായ കാര്യമുണ്ടായി. ഇടതുപക്ഷം ഉൾപ്പെടെ ആർക്കും അന്നുണ്ടായിരുന്ന സംയുക്ത മോർച്ചയിലെ ആർക്കും സീറ്റുകൾ കിട്ടിയില്ല. പക്ഷെ കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടി. അത് മാൽഡ ദക്ഷിൺ, ഇഷാ ഖാൻ ചൗധരി ആണ് വിജയിച്ചത്. അപ്പോൾ കോൺഗ്രസ് കൂടെ ചില ബുദ്ധിജീവികളും ഈ പ്രാവശ്യം നിൽക്കുന്നുണ്ട്. മമതാ ബാനർജിയോട് ആഭിമുഖ്യമില്ലാത്ത സാംസ്കാരിക നായകരിൽ ചിലരുടെ പിന്തുണയും കോൺഗ്രസിനുണ്ട്. കഴിഞ്ഞ ഒരു അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ സാഗർ ഗിനി മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയം നേടിയിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ വിജയിച്ച സ്ഥാനാർത്ഥി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന ഒരു ചരിത്രവും കോൺഗ്രസിന്റെ മുന്നിൽ ഉണ്ട്. ഏതായാലും ഈ പ്രാവശ്യം കോൺഗ്രസ് 294 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും ചില മണ്ഡലങ്ങളിൽ ജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല ഇവരെല്ലാം കോൺഗ്രസിൽ തന്നെ നിൽക്കും എന്നുള്ളത്. അങ്ങനെ ഒരു ചരിത്രമുണ്ടെങ്കിൽ പോലും തിരിച്ചുവരവിന്റെ പാതയിലാണ് ബംഗാളിലെ കോൺഗ്രസ്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഇടതുപക്ഷ കക്ഷികൾ വേറെ മുന്നണിയായിട്ടാണ് ഈ തവണ മത്സരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വേറെ ഒരു പരിപാടി പറയുന്നുണ്ട്. കോൺഗ്രസ് അധികാരം നഷ്ടപ്പെട്ട ഒരു സംസ്ഥാനം, തിരിച്ചുവരവിന് വലിയ തോതിൽ ശ്രമിക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് അസം. ഗൗരവ് ഗൊഗോയിയാണ് അസമിൽ കോൺഗ്രസിന്റെ പ്രചാരണം നയിക്കുന്നത്. ദേശീയ നേതാക്കളൊക്കെ സജീവമായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്ത് വോട്ടിംഗ് കഴിഞ്ഞു. ആസാം സ്വൻമിലിറ്റ മോർച്ച ASM എന്ന ഒരു പല കക്ഷികൾ ചേർന്ന ഒരു മുന്നണിയായിട്ടാണ് കോൺഗ്രസ് അസമിൽ മത്സരിച്ചത്. റൈജോർ ദൾ അഖിൽ ഗൊഗോയിയുടെ ഒരു പാർട്ടിയുണ്ട്. അതിനാണ് കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത്. കോൺഗ്രസ് 99 മണ്ഡലങ്ങൾ, 120 അസംബ്ലി മണ്ഡലങ്ങളാണുള്ളത്. അവിടെ 99 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്നു. അഖിൽ ഗൊഗോയിയുടെ പാർട്ടി
13 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിൽ കോൺഗ്രസുമായി സൗഹൃദ മത്സരമുണ്ട്. അസം ജാതീയ പരിഷത്ത് 10 സീറ്റിൽ CPM-ഉം CPI-ML-ഉം ഈ മുന്നണിയിലുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് വാ നിറച്ച് കോൺഗ്രസിനെ ചീത്ത പറയുന്നവർ അസമിൽ പോകുമ്പോൾ കൈയും നെയ്യും മറന്ന് ഒന്നിച്ച് പതാകകൾ കോൺഗ്രസിന്റെയും CPM-ന്റെയും ചെങ്കൊടിയൊക്കെ ഒന്നിച്ച് കൂട്ടിക്കെട്ടിയാണ് അവിടെ പ്രചാരണം നടത്തിയത് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. 2 സീറ്റിൽ വീതമാണ് ഇടതുപക്ഷ കക്ഷികൾ മത്സരിക്കുന്നത്. ഇപ്പം CPM-ന് അവിടെ ഒരു MLA ഉണ്ട് അസമിൽ. ആസം ജാതീയ പരിഷത്ത് എന്ന സംഘടനയുണ്ട്, അവര് 10 സീറ്റിൽ മത്സരിക്കുന്നു. അങ്ങനെ ഇത്രയും മുന്നണികൾ ചേർന്നാണ് കോൺഗ്രസ് അസമിൽ മത്സരിച്ചത്. നിലവിലുള്ള അസംബ്ലിയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് 29 സീറ്റുകൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്ന് 7 പേര് കാലുമാറി മറ്റു പാർട്ടികൾ ചേർന്ന് ഇപ്പൊ 22 പേര് മാത്രമാണ് കോൺഗ്രസിൽ നിലവിൽ MLA-മാരുള്ളത്. അസമിൽ തിരിച്ചു വരിക തെരഞ്ഞെടുപ്പിലെ പല സർവേകളും സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് തിരിച്ചു വരിക ഈ തെരഞ്ഞെടുപ്പിൽ അസാധ്യമാണ്. പക്ഷെ നിലവിലുള്ള സീറ്റുകളെങ്കിലും നിലനിർത്താനും കുറച്ച് സീറ്റുകൾ കൂടി അധികം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് അസമിൽ. അപ്പോൾ തീർച്ചയായും ബംഗാളിലും അസമിലും കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണ്. അത് ചെറിയ വിജയമാണ് എങ്കിൽ പോലും ചക്രശ്വാസം വലിക്കുന്ന കോൺഗ്രസിന് അത് വലിയ ആശ്വാസം നൽകും. പിന്നെയുള്ളത് നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലാണ്. ഏപ്രിൽ 23-ാം തീയതി തമിഴ്നാട്ടിൽ ആദ്യ പാത തിരഞ്ഞെടുപ്പ് നടക്കുന്നു. എനിക്ക് തോന്നുന്നു അവിടെ 18 സീറ്റാണ് കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 28 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ചതിനെക്കാട്ടിലും 3 സീറ്റുകൾ DMK മുന്നണി കോൺഗ്രസിന് അധികം നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ആ തീപാറുന്ന മത്സരം നടക്കുന്ന തമിഴ്നാട്ടിൽ DMK മുന്നണി ഈ സീറ്റുകൾ നിലനിർത്തി തിരിച്ചു വരും എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ മുഴുവൻ. TVK ഉൾപ്പെടെയുള്ള പാർട്ടികൾ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നു എന്നുള്ളത് വേറെ ഒരു വിഷയമാണ്. പക്ഷെ DMK മുന്നണി ശക്തമായി തിരിച്ചു വരും, ഭരണം നിലനിർത്തും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഭരണം നിലനിർത്തുന്ന പക്ഷം കോൺഗ്രസിന് നിലവിലുള്ള സീറ്റുകൾ നിലനിർത്താൻ സാധിച്ചേക്കും. ഒരുപക്ഷെ 1-2 സീറ്റുകളും കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോൺഗ്രസിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ അപ്രതീക്ഷിതമായ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ നേടിയ അപ്രതീക്ഷിതമായ വിജയത്തിന് ശേഷം വന്ന ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ പരാജയം ഇന്ത്യ മുന്നണിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിന്റെ ഷോക്കിൽ നിന്ന് അവരും സഖ്യവും ഇപ്പോഴും മോചിതരായിട്ടില്ല. പക്ഷെ ഈ വരുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കേരളത്തിൽ, തമിഴ്നാട്ടിൽ, ബംഗാളിൽ, അസമിൽ ഒക്കെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞാൽ മെയ് 4-ാം തീയതി അതിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ രാഷ്ട്രീയത്തിൽ നമ്മൾ പറയാറുണ്ട്, രാഷ്ട്രീയത്തില് ഒരു ഫുൾ സ്റ്റോപ്പും ഇല്ല, നേതാക്കന്മാർക്കില്ല, രാഷ്ട്രീയ പാർട്ടികൾക്കില്ല. തകർന്നടിഞ്ഞു, തകർന്നുപോയി എന്ന് വിധിച്ച രാഷ്ട്രീയ പാർട്ടികളൊക്കെ തിരിച്ചു വന്ന ചരിത്രമാണ് നമുക്കുള്ളത്. സമകാലിക രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ തിരിച്ചടികളും വെല്ലുവിളികളും നേരിട്ട കോൺഗ്രസ് എന്തായാലും തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്നാകും മെയ് 4-ാം തീയതിയിലെ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുക. കേരളത്തിൽ ഒരുപക്ഷെ തരംഗ സമാനമായ വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല ബംഗാളിൽ കോൺഗ്രസ് എന്തായാലും സീറ്റുകൾ നാമമാത്രമായെങ്കിലും ബംഗാളിൽ സീറ്റുകൾ ലഭിക്കും. അസമിൽ സീറ്റുകൾ കൂടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിലവിലുള്ള സീറ്റുകളെങ്കിലും നിലനിർത്താൻ പറ്റും. തമിഴ്നാട്ടിൽ വിജയം ആവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ ഒരു കാരണവശാലും എഴുതിത്തള്ളാൻ പറ്റില്ല, രാഷ്ട്രീയ നേതാക്കളെ എഴുതിത്തള്ളാൻ പറ്റില്ല. ജനങ്ങൾ അന്തിമമായി വിധി എഴുതുമ്പോൾ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചവറ്റുകൊട്ടയിൽ നിന്നോ അല്ലെങ്കിൽ മൃതാവസ്ഥയിൽ നിന്നോ വീണ്ടും സജീവമായി പുനർജനിച്ചു വരും. അതാണ് രാഷ്ട്രീയ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്.
യെസ്, എന്തായാലും സമീപകാല വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ബംഗാളിലും തമിഴ്നാട്ടിലും അസമിലും എന്തിന് കേരളത്തിലുൾപ്പെടെ കോൺഗ്രസ് തിരിച്ചുവരും എന്നൊരു പ്രതീക്ഷയാണ് നമ്മൾ ഈ ചർച്ചയിലൂടെ പങ്കുവയ്ക്കുന്നത്. മെയ് 4-ന് കേരളത്തിലെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അറിയാൻ സാധിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് മാറ്റമാണ്, എന്ത് സ്വാധീനമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചത് എന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ബംഗാളിൽ നാമമാത്രമായെങ്കിലും പ്രദീപ് സാർ പറഞ്ഞതുപോലെ നാമമാത്രമായെങ്കിലും സീറ്റുകൾ ലഭിച്ചേക്കാം. അസമിൽ ഉള്ള സീറ്റുകൾ നിലനിർത്താൻ സാധിച്ചേക്കാം. തമിഴ്നാട്ടിൽ വീണ്ടും ഒരു വിജയമുണ്ടാക്കാൻ കൂടി സാധിച്ചേക്കാം. എന്തായാലും കാത്തിരുന്ന് കാണാം. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.